ഏകദേശം 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഓർത്തെടുക്കുക? 20 എണ്ണത്തിൻ്റെയും പേര് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, സെറൈൻ, ത്രിയോനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫീനൈൽ അലാനിൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പരാജിൻ, ഗ്ലൂട്ടാമിൻ, ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ, പ്രോലിൻ. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഇതിപ്പോൾ ഞാൻ എവിടെയും നോക്കാതെയാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും എന്നറിയാൻ നിങ്ങൾ അടുത്ത വീഡിയോ കൂടെ ഒന്ന് കണ്ടു വരും. ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം അമിനോ ആസിഡുകളുടെ പേരുകൾ ഓർമ്മിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനൊരു സിമ്പിൾ ടെക്നിക്കുണ്ട് അതെങ്ങനെ ഓർമ്മിക്കാം എന്നുള്ളത്. ഏറ്റവും സിമ്പിളസ്റ്റായ അമിനോ ആസിഡ് ഗ്ലൈസിൻ, അതിന് നമ്മൾ സ്ട്രക്ചർ നോക്കിയാൽ അതിൻ്റെ സൈഡ് ഗ്രൂപ്പ് ഏറ്റവും സിമ്പിളായിട്ട് ഹൈഡ്രജനാണ്, എച്ച് ആണ്. ഇനി അതിൽ നിന്നൊരു ചെറിയൊരു വേരിയൻറ്റ്, അതിന് ആ എച്ച് മാറിയിട്ട് ഒരു CH3 അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അത് അലാനിനാവും. ഇനി ബാക്കിയുള്ള എല്ലാ അമിനോ ആസിഡുകളും ഈ അലാനിൻ്റെ ഡെറിവേറ്റീവ്സാണ്. വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, ഇതിനെല്ലാം തന്നെ അലാനിലുള്ള ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ടോ ഒന്നോ രണ്ടോ ഹൈഡ്രജൻ മാറ്റിയിട്ട് അഡീഷണൽ മീഥൈൽ ഗ്രൂപ്പുകൾ വരുമ്പോഴാണ് ഈ പറയുന്ന അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പുകൾ, OH ഗ്രൂപ്പ് വരികയാണ്. ആ അലാനിലെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് OH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് സെറൈനും വേറൊന്ന് ത്രിയോനിനും, രണ്ടെണ്ണമാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള അമിനോ ആസിഡുകൾ. ഇനി മീഥൈൽ ഗ്രൂപ്പിലുള്ള റീപ്ലേസ്മെൻറ്റ് ആരോമാറ്റിക് റിങ്സ്, ഒരു ഫിനൈൽ റിങ് അല്ലെങ്കിൽ ഫിനൈൽ റിങ് വരുമ്പോൾ അത് ഫീനൈൽ അലാനിനാവുന്നു. ഇനി ആ ഫീനൈൽ അലാനിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടെ വരുമ്പോൾ അത് ടൈറോസിനാവുന്നു. പിന്നെ ഇനി അതല്ല ഒരു ഡബിൾ റിങ് ആണ് വരുന്നതെങ്കിൽ അത് ട്രിപ്റ്റോഫാനായിട്ട് മാറുന്നു. ഇപ്പോഴുള്ള വേറൊരു ഹൈഡ്രജൻ റീപ്ലേസ്മെൻ്റാണ് ഈ COOH അസിഡിക് ഗ്രൂപ്പുകൾ വരിക. അപ്പോൾ അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇനി ഇതേ അസ്പാർട്ടിക് ആസിഡിൻ്റെയും ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെയും അമൈഡുകളാണ്, അതായത് ഒരു അഡീഷണൽ അമിനോ ഗ്രൂപ്പും കൂടെ വരുമ്പോഴാണ് അസ്പരാജിനും ഗ്ലൂട്ടാമിനും ഉണ്ടാവുന്നത്. ഇനി ഈ മീഥൈൽ ഗ്രൂപ്പിൽ പോസിറ്റീവ്ലി ചാർജുള്ള ചില ഗ്രൂപ്പുകൾ, അതായത് NH+ ഉള്ള ചില ഗ്രൂപ്പുകൾ വരുന്നു. അപ്പോൾ ലൈസിൻ, ആർജിനിൻ ഒക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ. പിന്നെ ഒരു ഇമിഡസോൾ സ്ട്രക്ചർ ഈ മീഥൈൽ ഗ്രൂപ്പിൽ വരുന്നത് നമ്മൾ ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നു. അതുപോലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്ട്രക്ചറലി റിജിഡ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ് ഈ പ്രോലിൻ എന്ന് പറയുന്നത്. ആ പ്രോലിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ തന്നെ ഇതിൻ്റെ ഒരു അമിനോ ആസിഡിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വളഞ്ഞ് നമ്മുടെ ഈ മൂക്കിലൊക്കെ പിടിക്കുന്ന പോലെ അതിൻ്റെ മെയിൻ ആൽഫ കാർബണിൽ അതിൻ്റെ ബ്രാഞ്ചിൽ വന്നിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ പ്രോലിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതായത് സ്വന്തം സ്ട്രക്ചറിൽ തന്നെ ഒരു വളഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സൈക്ലൈസേഷൻ എന്നാണ് അതിനെ വിളിക്കുക. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പ്രോലിനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും.